ഗർഭകാലത്തെ ജോലി സമ്മർദ്ദം അപകടകരമാണോ? യെസ്, എക്സസീവ് സ്ട്രെസ്, വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന എക്സസീവ് സ്ട്രെസ് ഒരു മദറിന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യാവുന്ന ഒന്നാണ്. ഇപ്പോൾ ഭയങ്കരമായ വർക്ക് പ്രഷർ ഉള്ള ഒരാളാണെന്നെങ്കിൽ അമ്മയ്ക്ക് മൂഡ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു ആങ്സൈറ്റി കാരണം അത് ഉറക്കത്തെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാം. അപ്പോൾ ഉറക്കത്തിന് എഫക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡേ മൊത്തം ടയർഡ്നെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു എക്സസീവ് ആങ്സൈറ്റി അല്ലെങ്കിൽ വർക്ക് പ്രഷർ കാരണം അമ്മയ്ക്ക് BP കൂടാനുള്ള സാധ്യതയുണ്ട്. BP കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ്, കുഞ്ഞിന്റെ ഗ്രോത്തിന് വരെ അത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാം. പിന്നെ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ് കാരണം ഷുഗറും കൺട്രോൾഡ് അല്ലാവാണ്ട് ആകാം. പക്ഷെ അതിന്റെ മീനിങ് പ്രഗ്നന്റ് ആയ എല്ലാ ലേഡീസും ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരിക്കണം എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മളുടെ OPയിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിനടുത്തും നമ്മൾ ജോലി അത്ര സ്ട്രെസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. കാരണം ജോലിക്ക് പോകുമ്പോൾ അവരുടെ മൈൻഡ് ഡൈവേർട്ടഡ് ആവും. പ്രഗ്നൻസിയിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കും. പകൽ മുഴുവൻ അവർ ഇൻവോൾവ് ആയതുകൊണ്ട് രാത്രിയിൽ നല്ലൊരു ഉറക്കം കിട്ടും. ഇപ്പോൾ ഹൗസ് വൈഫ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കാനോ പുതിയ കോഴ്സസ് എന്തെങ്കിലും പഠിക്കാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയും. സോ ദാറ്റ് ഈ ഒരു പ്രഗ്നൻസിയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് മറികടന്ന് വേറെ കോൺസെൻട്രേഷൻ വേറെ എന്തെങ്കിലേക്കും പോകുമ്പോൾ അവർക്ക് പ്രഗ്നൻസി കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടും അല്ലെങ്കിൽ സക്സസ്ഫുള്ളി അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കണ്ടിന്യൂ വർക്കിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസി, അത്രയധികം സ്ട്രെസ് നിങ്ങളുടെ വർക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ.